ഗൈസ്, വെൽക്കം ബാക്ക് ടു എ2 ബ്രദേഴ്സ് ഹോം. അപ്പം ഞാൻ ഇന്ന് നിങ്ങൾക്ക് ഉണ്ടാക്കി കാണിച്ചു തരാൻ പോകുന്നത് നമ്മുടെ അച്ഛനും അമ്മയെല്ലാം കുഞ്ഞിൽ ഉണ്ടാക്കി കളിച്ചുകൊണ്ടിരുന്ന ഒരു കയറ്റം കയറി വണ്ടിയാണ്. അപ്പോൾ ഇതുണ്ടാക്കാൻ ഞാൻ എടുത്തിരിക്കുന്നത് കപ്പത്തണ്ടാണ്. നിങ്ങളുടെ നാട്ടിൽ ഇതെന്താ പറയുന്നതെന്ന് ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പം ഞാൻ ഇത് ഇത്രയും നീളം മതി. ഇതും വേണ്ട, നമുക്ക് കുറച്ചും കൂടി കട്ട് ചെയ്ത് ഒരു ബാറ്ററി സൈസാക്കി എടുക്കുക. നിങ്ങളിത് ചെയ്യുമ്പോൾ സൂക്ഷിച്ച് ചെയ്യുക. അച്ഛൻ്റെ അമ്മയുടെ എല്ലാവരുടെയും സഹായത്തോടെ ചെയ്യുക. ഞാൻ ഇപ്പം ഇത്രയും കട്ട് ചെയ്തു. ഞാൻ തന്നെ ഇത് പേടിച്ചാണ് ചെയ്യുന്നത്. വല്ലതും പാളിപ്പോയ നാണം കേട്ടില്ലേ, അതുകൊണ്ട് ഞാൻ തന്നെ ഇത് പേടിച്ച് ചെയ്യും. ഇത്രയും കട്ട് ചെയ്തു. ഇനി ഇതും കൂടെ കട്ട് ചെയ്ത് കളയണം. ഇവിടെ നിന്ന് കട്ട് ചെയ്യാൻ ഞാൻ കുറച്ച് പാടുപെട്ടു. എന്നിട്ടും ഞാൻ ശ്രമിച്ചു. അത് കഴിഞ്ഞ് ഞാൻ ശ്രമിച്ചുകൊണ്ടേയിരുന്നു. അത് കഴിഞ്ഞ് നടക്കില്ലെന്ന് മനസ്സിലായപ്പോൾ കട്ട് ചെയ്തിട്ട് അച്ഛ അതങ്ങോട്ട് മുറിച്ച് തന്നു. അത് കഴിഞ്ഞ് ഞാൻ ഇത് ബാറ്ററിയുടെ സൈസാക്കി എടുത്തു. ഇനി ഇവിടുന്ന് നമ്മളൊരു ടയറിൻ്റെ ഷേപ്പാക്കി എടുക്കണേ. അപ്പം ഇതിവിടുന്ന് ചെറുതായിട്ടൊരു ടയറിൻ്റെ ഇതിന് മാർക്ക് ചെയ്തിട്ട് വേണം കട്ട് ചെയ്യാൻ. അത് ഇനി ഇതുണ്ട്, ഞാൻ അതേപോലെ തന്നെ വരച്ച് അവിടുന്ന് കട്ട് ചെയ്ത് എടുത്ത് ഇത്രയാക്കി ചെരിച്ച് വേണം വെട്ടാൻ. ഇത് കപ്പത്തണ്ടല്ല, അപ്പം ഒത്തിരി വെട്ടി ഇനി ആരോഗ്യം കണ്ടില്ല, ഒടിഞ്ഞു. എൻ്റെ കയ്യിൽ നിന്ന് കുറേ ഒടിഞ്ഞു പോയതാൽ. ഇനി അതേപോലെ തന്നെ അവിടെയും കൂടി നമുക്ക് വെട്ടണം. അങ്ങനെ ഗൈസ് ഇതും കൂടി ചെയ്തു. ഇത് രണ്ട് സൈഡും നമ്മൾ ചെയ്ത് കണ്ടോ, ടയറിൻ്റെ ഷേപ്പ്. ഇനി അവിടെ നിന്ന് നടുക്ക് ഒരു തുള ഉണ്ടാക്കണം. അതിനായിട്ട് ഞാൻ ഈർക്കിളിയാണ് എടുത്തിരിക്കുന്നത്. ഈർക്കിളി ഒടിച്ച് അതിൻ്റെ ഉള്ളിലത്തെ സാധനങ്ങളെല്ലാം ഞാൻ കുത്തിയെടുക്കുക കേട്ടോ. കുത്തിയെടുക്കുന്നത് അത്യാവശ്യം എളുപ്പമാണ്, പക്ഷെ കൃത്യം നടുക്ക് വേണം നമ്മൾ കുത്തി തുളച്ചെടുക്കാൻ. അതിൻ്റെ അകത്തേക്ക് നമുക്ക് കുറേ ഇത് ചെയ്യാനുണ്ട്. ഈർക്കിളിലിട്ട് വേറൊരു കുറേ സംഭവങ്ങൾ ചെയ്യാനുണ്ട്. അതിൻ്റെ അടിവരെ എത്തി. എന്നിട്ടും അത് ഒത്തിരി ഇതായില്ല. അതുകൊണ്ട് തന്നെ ഞാൻ കുറേ കുത്തിയിട്ട് അവസാനം ഞാൻ അതെടുത്ത് കത്തിയും കൊണ്ടെടുത്ത് അടിച്ച് താഴെ വരെ എത്തിച്ചു. എന്നിട്ട് അവിടെ നിന്ന് ഇനിയും പോകാനുണ്ട്. എന്നിട്ട് വീണ്ടും കുത്തി അവസാനം അച്ഛൻ എനിക്കത് മൊത്തം എടുത്ത് തന്നു കേട്ടോ. അമ്മ ഇവിടെ വീഡിയോ പിടിച്ചോണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞ് അതെല്ലാം വേണ്ട, അതൊക്കെ നമുക്ക് പറമ്പിലേക്ക് എടുത്തെറിയാം. അത് കഴിഞ്ഞ് ഇത് മൊത്തം ചെയ്ത് കഴിഞ്ഞ് നമുക്ക് അത് കഴിഞ്ഞ് അച്ഛ ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ ചുമ്മാ അങ്ങനെ ചെയ്ത്. ഇനി ഇത് റെഡിയാക്കാൻ നമുക്ക് ഇനി റബ്ബർ ബാൻഡും മെഴുകുതിരിയും വേണം. മെഴുകുതിരി നല്ലതെടുത്ത അമ്മയും അച്ഛനെ കൊല്ലി, അതുകൊണ്ട് ഞാൻ കത്തിച്ചതിൻ്റെ ബാലൻസായിട്ട് എടുക്കുന്നത്. ഇനി ഇത് നമുക്ക് ഉരുക്കിയെടുക്കാം. ഉരുക്കിയെടുത്തിട്ട് ഇത് ഇത് അത്യാവശ്യം വട്ടം ഈ ഓസിൻ്റെ അത്രയും ഇതിൽ നമുക്ക് ഉരുക്കിയെടുക്കണം. ഞാൻ ഉരുക്കിയെടുക്കുന്ന അവിടെ ഇത് കൂട്ട് തവിയിൽ വെച്ചിട്ടാണ് കേട്ടോ. എനിക്കിത് ഉരുക്കി തന്നത് എൻ്റെ അച്ഛൻ. ഇനി നമുക്കിത് മണ്ണിലേക്ക് ഉറപ്പിച്ചിട്ട് ഞാൻ അത് ഉരുക്കിയതെടുത്ത് ഇതിലേക്ക് വെച്ചു. എന്നിട്ട് അത് പെട്ടെന്ന് എടുക്കാൻ വേണ്ടി സൈഡിൽ കൂടെ കുറച്ച് വെള്ളം ഒഴിച്ചു, തണുത്തോളം. അത് കഴിഞ്ഞ് ഒരു നടുക്കത്തോടെ ഒരു ഈർക്കിളി ഇറക്കി വെച്ചു. അത് കഴിഞ്ഞ് ഞങ്ങൾ അവസാനം നമ്മളതെടുത്തു. ഇത്രയും വണ്ണം വേണം കേട്ടോ ഒരു ഇതിന്. അപ്പം ഇതിൻ്റെ അകത്തേക്കൊരു റബ്ബർ ബാൻഡ് കുത്തി കയറ്റിയിട്ട് കുറേ ഉണ്ടായിരുന്നു. അതെല്ലാം ഞാൻ കയറ്റി ഒടിച്ച് കളഞ്ഞ്. അത് കഴിഞ്ഞ് കയറ്റി അവിടെ നിന്നൊരു ഈർക്കിളിട്ട് ലോക്ക് ആക്കിയിട്ട് അടിയിൽ നിന്ന് ഒരെണ്ണം വലിച്ചെടുത്ത് അവിടെ വേറെ ഒരു ഈർക്കിളിട്ടിട്ട് ഈ ടയറിൻ്റെ ഉള്ളിലേക്ക് കയറ്റി. ഇങ്ങനെ ഞാൻ കുറേ ശ്രമിച്ചു. കയ്യിൽ നിന്ന് വിട്ടു പോവാതെ നോക്കണം. എൻ്റെ കയ്യിൽ നിന്ന് കുറേ വിട്ടു പോയായിരുന്നു. അവസാനം ഞാൻ അതെടുത്ത് അത് ഊരി അതിൻ്റെ അകത്തേക്ക് ഒരു കുഞ്ഞ് ഈർക്കിളിയും കൂടി കയറ്റിയിട്ട് അവസാനം നമ്മുടെ ഇത് കയറ്റം കയറി വണ്ടി തയ്യാറാക്കി. ഇത് കുറേ ഇങ്ങനെ കറക്കി ഒരു കയറ്റമുള്ള സ്ഥലത്തേക്ക് വെച്ചാലായിട്ട് ഇത് കയറുകയുള്ളൂ, അല്ലാതെ ഇത് ഓടില്ലേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.